ഈ ആംബുലൻസ് മേഖല നമ്മൾക്ക് കുറേ ആംബുലൻസും പല പരിപാടികളുള്ള രംഗക്കറിയില്ല. നമ്മൾ പല പരിപാടികളിലാണ് മെഡിക്കൽ ഫീൽഡ് ഒരുപാട് 10-13 വർഷമായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ വരെ ചെയർമാനായിട്ട് ഒരുപാട് കാലം ഇരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പറയും ആംബുലൻസ് മേഖലയിൽ വളരെയധികം അനീതിയും അഴിമതിയും നടക്കുന്നൊരു മേഖലയാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു പേഷ്യൻറ്റിനെ നമ്മളിപ്പോൾ ഒരു ആംബുലൻസ് എമർജൻസിക്ക് വിളിക്കുക, പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോഴാണ് ഈ വിളിക്കുന്ന ഡ്രൈവറുടെ മനസ്സിലുള്ളത് കോഴിക്കോട് പരിസരത്ത് ഇപ്പോൾ നടക്കുന്നൊരു സംഭവം നിങ്ങൾ അറിയുമെന്ന് എനിക്കറിയാം. പച്ചയായ ഒരു ഞെട്ടിക്കുന്ന വസ്തു ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് സാന്ദർഭികമായിട്ട്. ഈ ഡ്രൈവർക്ക്, നമ്മുടെ ഡ്രൈവർമാരൊക്കെ നമ്മുടെ പിള്ളേരാണ്, നല്ല മനുഷ്യന്മാരാണ്, ഇവരങ്ങനെ ഉള്ളവരല്ല, നല്ല വ്യക്തികളെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ അതല്ല പറയുന്നത്, പുറത്ത് പല ആംബുലൻസ് ഡ്രൈവർമാരും ചെയ്യുന്ന ഒരു വളരെ മ്ലേച്ഛമായ ഒരു കാര്യത്തെ പറ്റി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു പേഷ്യൻറ്റിനെ കോഴിക്കോട് പരിസരത്തുള്ള വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ ആ ആംബുലൻസ് ഡ്രൈവർക്ക് 2500 രൂപ കിട്ടും. ഒരു പേഷ്യൻറ്റിനെ അവിടെ എത്തിച്ചു കൊടുത്താൽ വിത്തിൻ മിനിറ്റ്സ് ആ ഡ്രൈവർക്ക് 2500 രൂപ കൊടുക്കും കോഴിക്കോട് പരിസരത്തുള്ള വലിയ ഹോസ്പിറ്റൽ. ഇതൊരു സത്യമാണ്, നഗ്നമായ സത്യമാണ്. 3000 കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, ബാക്കി ഒരു ഹോസ്പിറ്റൽ 2000, ബാക്കി 2 ഹോസ്പിറ്റൽ 2500. പേര് ഞാൻ എൻ്റെ മാന്യത കൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. എന്ന് മാത്രമല്ല, രാമനാട്ടുകര ഫറോക്ക് ഏരിയയിൽ മാത്രം 30 ആംബുലൻസ് ഡ്രൈവർമാർ ഇതിലെ മെമ്പർമാരാണ്. എല്ലാ മാസവും ഒരു പേഷ്യൻറ്റിന് 2500 രൂപ തോതിൽ ഒരു ഡ്രൈവർ 10 ആളെ എത്തിച്ചാൽ 25000 രൂപ കിട്ടും. അയാൾക്ക് ഒരു പക്ഷേ ഫറോക്കിൽ നിന്ന് രാമനാട്ടിൽ നിന്ന് കോഴിക്കോട് ഓടിയാൽ 500 രൂപയെ കിട്ടുള്ളൂ. അതിൻ്റെ ഡീസലിൻ്റെ പൈസയും വണ്ടിൻ്റെ ചാർജും അയാളുടെ പൈസയൊക്കെ അതിൽ കഴിയണം. പക്ഷേ ഒരു രോഗിനെ എത്തിച്ചാൽ 2500 രൂപ കിട്ടും. ഒന്നും അറിയാതെ കയ്യിൽ 2500 രൂപ കിട്ടും. 10 ആളെ 20 ആളെ എത്തിച്ചാൽ സ്വാഭാവികമായിട്ട് 50000 രൂപ കിട്ടും ഒരു മാസത്തിൽ. അപ്പോൾ അത് അപ്പം തന്നെ കിട്ടും പൈസ. പോരുമ്പോൾ തന്നെ കയ്യെ പൈസ കൊടുക്കും. പിന്നെ അതിൻ്റെ പുറമെ സാധാരണ നടക്കുന്ന ഒരു സംഭവം, മാസത്തിലൊരിക്കൽ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട് ഇവർക്ക്. ഈ 30 ഡ്രൈവർമാർക്ക് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. ഈ പരിസരത്തുള്ള ഹോട്ടൽ ഞാൻ പറയുന്നില്ല, വലിയ ഹോട്ടലിൽ വെച്ചൊരു ഫുഡ്, നല്ല ഫുഡ്, ഒരു ഇവിടെ ഉക്രൈനിലോ അമേരിക്കയിലോ നടക്കുന്ന കാര്യമല്ല, നമ്മുടെ ഫറോക്ക് രാമനാട്ടുകര ഈ കൊണ്ടോട്ടി ഐക്കരപ്പടി ഭാഗത്ത് നടക്കുന്ന ഒരു വളരെ മോശമായ സംഭവം പറയാണ്. ഇതെനിക്ക് പറയാൻ മടിയൊന്നുമില്ല, ഞാൻ പലരെയും പിടിച്ചിട്ടുണ്ട്, അത് വേറെ വിഷയം. പിന്നെ നമ്മൾ ഈ പൊതുപ്രവർത്തകന്മാരും നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാരാണ് എപ്പോഴും ചളിയേറെ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു തിക്താനുഭവം നമ്മുടെ അനുഭവമാണ്. ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. എന്ന് മാത്രമല്ല, മാസത്തേക്ക് ഒരു ഫുഡ് കിട്ടും, അതിൻ്റെ പുറമെ ചിലപ്പം വീട്ടിലേക്കുള്ള ഒരു കിറ്റും കിട്ടും. ആ കിറ്റിൽ പലപ്പോഴും ഉണ്ടാവുക പാത്രങ്ങളാണ്. അങ്ങനെ 4-5 പ്രാവശ്യം പാത്രം കൊടുത്തപ്പോൾ അതിലൊരു ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത്, ഇനി പാത്രം വേണ്ട, വീട്ടിലെമ്പാട് പാത്രം ഉണ്ട് എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ആംബുലൻസ് ഇങ്ങനെ നല്ലൊരു സംരംഭം കൂടി തുടങ്ങിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ നല്ല ഹൃദയമുള്ള നല്ല മനുഷ്യന്മാരായ കുറച്ച് ഡ്രൈവർമാരെ നിങ്ങളെ കണ്ടെത്തിയതിൽ. കാരണം ഇവർക്ക് വേറെ സ്വഭാവമുണ്ട്. നിങ്ങളിവിടെ അടുത്ത